1-2 ദിവസം കൊണ്ട് ഞങ്ങളുടെ സെക്കൻഡ് അസൈൻമെന്റ് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പൊ അതിനകത്ത് എൻ്റെ നോട്ട്സ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക് ഐഡിയ പറഞ്ഞു തരാണെങ്കിൽ, നമ്മളൊരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ലാൻഡിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യും. ഒരു പക്ഷേ 20 ഇയേഴ്സിന് മുന്നേ കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിംഗ് ആയിരിക്കും, അതിന്റെ കറണ്ട് വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ എന്നതിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പറയാൻ പോകുന്നത്. ഈ നെക്സ്റ്റ് ഒരു ടേം വരുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ലാൻഡിന്റെ കോസ്റ്റ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പേർപ്പസ് ഓഫ് വാല്യുവേഷൻ എന്തൊക്കെയാണ് പേർപ്പസ് നോക്കാം. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ അറിയണം. അതിനനുസരിച്ച് നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ തീരുമാനിക്കും. പിന്നെ ടാക്സേഷൻ. അപ്പൊ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും, നമുക്കിപ്പം നമ്മളുടെ നാട്, നമ്മളുടെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് ബിൽഡിങ്ങിന്റെ. അപ്പൊ അതിന്റെ ടാക്സ് ഡിറ്റർമിൻ ചെയ്യാനും, പിന്നെ അതുപോലെ പ്രോപ്പർട്ടി നിൽക്കുന്ന വരുമാനം എത്രയുണ്ടെന്നോ അതിന്റെ ടാക്സ് ഡിറ്റർമിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യുവേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ റെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ റെന്റ് ഫിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു അടിസ്ഥാനപരമായിട്ട് അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു എന്തായിരിക്കണം റെന്റ് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു ബിൽഡിംഗ് നമ്മൾ നിർമ്മിച്ച് അതിൽ നിന്ന് ഓരോ മാസം നമ്മൾ എത്രയാണ് നമ്മൾ റെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ 10 lakh rupees നിങ്ങൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഓരോ മാസം നിങ്ങൾക്ക് പലിശയായിട്ട് എത്ര കിട്ടും? ഇപ്പോൾ 6% ഇൻട്രസ്റ്റിലാണ് നിങ്ങളത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടുന്നത് വിചാരിക്കാം. അപ്പോൾ ഒരു കൊല്ലം 60,000 രൂപ നിങ്ങൾക്ക് എന്താവണം? കിട്ടണം. ഒരു മാസം എത്ര കിട്ടണം? 5,000 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടണം. അതായത് നിങ്ങൾ ഈ 10 ലക്ഷം രൂപ മുടക്കിയാൽ ഈ ബാങ്കിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ആ ബിൽഡിംഗ് നിങ്ങളെ ചെയ്ത് നിങ്ങളുടെ ആ ബിൽഡിംഗ് നിങ്ങൾക്ക് കിട്ടണം. എന്നാലേ അത് ഉണ്ടാവുള്ളൂ, ഫീസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ തന്നെ ഇട്ടാൽ മതി. അതിനേക്കാളും കുറഞ്ഞ എമൗണ്ട് ആണ് നിങ്ങൾക്ക് അവിടുത്തെ റെന്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിനേക്കാളും ഫീസിബിൾ ആവുന്നത് ബാങ്കിൽ ഇടുമ്പോഴാണ്. കാര്യം അതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ ലോക്കൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എത്രയാണോ കിട്ടുന്നത് അതിനേക്കാളും കൂടുതൽ വാല്യൂ നമുക്ക് ഓരോ മാസവും നമുക്ക് റെന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതാണ് റെന്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ലോൺ. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ സമർപ്പിച്ച് ലോൺ എടുക്കുമ്പം അതിന്റെ വാല്യൂ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചാണ് ലോൺ തരിക. പിന്നെ ലാൻഡ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും റോഡ് വികസനത്തിനോ റെയിൽവേ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് ലാൻഡ് എടുക്കുന്ന സമയത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട്, അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഡിഡക്ഷൻ ഇല്ലാത്ത ഇൻകം. നമുക്ക് എത്ര മൊത്തം കിട്ടുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അത് നമ്മൾ റെന്റ് ഔട്ട് ചെയ്യണം. അതൊരു ഒരു ഫ്ലാറ്റ് സമുച്ചയം വിചാരിക്കാം. അതിനകത്തൊരു 10 ഫ്ലാറ്റ് എന്ന് വിചാരിക്കാം. 10 ഫ്ലാറ്റിന് നമുക്ക് ഓരോ ഫ്ലാറ്റിന് നമ്മൾ മാസം നമുക്ക് 10,000 രൂപ വെച്ച് വാടക വരുന്നു. അപ്പൊ നമ്മൾ ഗ്രോസ് ഇൻകം എത്രയാണ്? 1 lakh rupees ആണ്. അതാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. മൊത്തം നമുക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പൊ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് ഇൻകം ഔട്ട് ഗോയിങ് കുറയ്ക്കും. ഈ ഔട്ട് ഗോയിങ് എന്തൊക്കെ വരും? ഒരുപക്ഷെ കോമൺ ആയിട്ട് വരുന്ന ചില ഇലക്ട്രിസിറ്റി ചാർജസ് വരും, പിന്നെ സെക്യൂരിറ്റി, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഔട്ട് ഗോയിങ്. അപ്പൊ സെക്യൂരിറ്റി പേഴ്സണിന് കൊടുക്കേണ്ട ശമ്പളം, അതിന്റെ കെയർ ടേക്കർ കൊടുക്കേണ്ട ശമ്പളം, അതൊക്കെ ഔട്ട് ഗോയിങ് വരും. നമുക്ക് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്. പിന്നെ മുനിസിപ്പൽ ടാക്സസ്. മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ പ്രോപ്പർട്ടിക്ക് ഓരോ ടാക്സ് വെച്ചിട്ടുണ്ടാവും. അതിന്റെ വാല്യൂ അനുസരിച്ച് നോർമലി ഒരു 5 to 6% മുനിസിപ്പൽ ടാക്സ് ഒക്കെ വരാറുള്ളത്. നമ്മുടെ എത്രയാണ് വരുമാനം എന്നുള്ള അതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട്. പിന്നെ അതാണ് ഇമ്പോർട്ടൻറ്റ് ടേം ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയും. ഈ സ്ക്രാപ്പ് വാല്യൂ ഞാൻ ജസ്റ്റ് ടേംസ് മാത്രമേ പറഞ്ഞുള്ളൂ, ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ പോകുന്നില്ല. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്താണ് മലയാളത്തിൽ പറയുന്നത് ആക്രി വില. അതായത് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത മെറ്റീരിയലാണ്, അത് ഉപയോഗശൂന്യമാണ്. അപ്പൊ നമ്മളത് ഡിസ്മാൻഡിൽ ചെയ്ത് പൊളിച്ച് വിൽക്കുകയാണ്. ഇപ്പൊ ഒരു വണ്ടി ആയിക്കോട്ടെ, വണ്ടി ഓടാൻ കഴിയാത്ത കണ്ടീഷനിലാണ്, ഒരു വെഹിക്കിൾ ഓടാൻ കഴിയാത്ത കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് നമ്മൾ വിൽക്കും. അപ്പൊ അതിനാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ സാൽവേജ് വാല്യൂ ഉണ്ട്. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ക്രാപ്പ് വാല്യൂ അല്ല, സ്ക്രാപ്പ് വാല്യൂ പൊളിച്ചു വെക്കുമ്പോൾ വാല്യൂ ആണ്. സാൽവേജ് വാല്യൂ പൊളിക്കുന്നതിന് തൊട്ട് മുന്നേ, അതായത് എന്താണ് അതിന്റെ യൂസ്, ആ യൂസ് അതിന് നിറവേറ്റാൻ കഴിയുന്നില്ല. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിംഗ് എപ്പോൾ വേണമെങ്കിൽ തകർന്ന് വീഴാൻ കഴിയുന്ന നിലയിലെത്തി, അല്ലെങ്കിൽ അവിടെ ബിൽഡിംഗ് ലീക്കിംഗ് തുടങ്ങി, അപ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് വഴിയൊക്കെ റെന്റ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്തായി? ആ ബിൽഡിങ്ങിന്റെ യൂസ്ഫുൾ യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞു.
അപ്പോൾ ഉള്ളൊരു വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. പക്ഷെ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ ഈ ബിൽഡിംഗ് പൊളിച്ച് വിൽക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് രണ്ടുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പം ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റീൽ ബിൽഡിങ്സിനായിരിക്കും സ്ക്രാപ്പ് വാല്യൂ കൂടുതൽ. കാര്യം എന്താണ്, RCC ബിൽഡിങ്സിന് പൊളിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല, എല്ലാത്തും കുറെ വേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഈ സ്ക്രാപ്പ് വാല്യൂന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, നമുക്കിപ്പം ഒരു ബിൽഡിംഗ് പൊളിക്കാൻ ഒരു എമൗണ്ട് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഈ സ്ക്രാപ്പ് വാല്യൂ, അതിനകത്ത് കിട്ടുന്ന മെറ്റീരിയൽസ്, ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടണം. ചില സമയത്ത് ഇത് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആവുന്ന എപ്പോഴാണെന്ന് അറിയാം, പ്രത്യേകിച്ച് RCC ബിൽഡിങ്സിനൊക്കെയാണ് നെഗറ്റീവ് ആവുക. നമ്മൾ ആ RCC ബിൽഡിംഗ് എക്സിസ്റ്റ് ചെയ്തുള്ള ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞ ആ വേസ്റ്റ് നമ്മൾ തന്നെ നമ്മളുടെ ചെലവ് ഡിസ്പോസ് ചെയ്യണം. അതായത് നമുക്ക് ആ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു നേട്ടം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വന്തം കാശ് മുടക്കി അത് പ്രോപ്പർ ഡിസ്പോസ് ചെയ്യണം. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് ആവും. അതായത് നമുക്ക് ഇപ്പൊ അതൊരു സ്റ്റീൽ ബിൽഡിംഗ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ആ സ്റ്റീൽ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റീൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ആക്രി വിലക്ക് വിറ്റാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും, അല്ലേ? പക്ഷെ വേറൊരു ടൈപ്പ് RCC ബിൽഡിംഗ് ആണെങ്കിൽ എന്താണ്, നമുക്കത് ആർക്കും വിൽക്കാൻ കഴിയില്ല ആ എമൗണ്ട്. അത് മാത്രമല്ല, നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി അത് എന്ത് ചെയ്യണം, ഡിസ്പോസും കൂടി ചെയ്യണം. അപ്പൊ എന്തായി, ആ സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് ആയി. സ്ക്രാപ്പ് വാല്യൂ ഇപ്പൊ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പൊ അത് ഓർത്ത് വെക്കാം. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണോ ആ ബിൽഡിങ്ങിന്റെ യൂസ് ആ യൂട്ടിലിറ്റി കഴിഞ്ഞു, ഇനി അതുകൊണ്ട് ആ സ്പെസിഫിക് യൂസ് നടക്കില്ല. അപ്പൊ അതാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ സാൽവേജ് വാല്യൂ ഒരുപക്ഷെ നമുക്ക് കുറച്ച് ഹൈ ആക്കി വെക്കാം. എന്തായിരിക്കാം, അതൊരു മെയിൻ്റനൻസിന് പറ്റുന്ന രീതിയിലാണ് ബിൽഡിങ്ങിന്റെ കണ്ടീഷൻ എങ്കിൽ നമുക്ക് അത് കുറച്ച് ഹൈ ആയി വരും. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ സാൽവേജ് വാല്യൂ നമ്മളുടെ മാറ്റം നോക്കാം. പിന്നുള്ളത് മാർക്കറ്റ് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെയാണ് മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ കണ്ടീഷൻ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കറണ്ട് ബിൽഡിങ്ങിന്റെ കറണ്ട് ഇല്ലാത്ത കറണ്ട് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് പല മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് എങ്ങനെയാണ് മൊത്തത്തിലുള്ള ബൈങ് സെല്ലിങ് കാര്യങ്ങളൊക്കെ, ആളുകളുടെ റെസഷൻ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി നീഡ് ചെയ്യുക. അപ്പോൾ ഓരോ കൊല്ലം കഴിയുന്നോറും ഈ പ്രോപ്പർട്ടിക്ക് എന്താണ് വാല്യൂ വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബുക്ക് വാല്യൂ നമ്മൾ അതിന്റെ ചുറ്റുള്ള കണ്ടീഷൻസ് എടുക്കില്ല, നമ്മൾ ആ ബിൽഡിംഗ് മാത്രം എടുക്കും. ആ ബിൽഡിംഗ് ഒരു 4 സ്റ്റോറി സ്ട്രക്ചർ ആണ്, അതിനകത്ത് ഇത്രയും റൂംസ് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ പറയും ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇത്രയാണ് വാടക കിട്ടുക, സെക്കൻഡ് ഇയറിൽ കുറച്ച് കൂടുതൽ മേടിക്കാം. അപ്പൊ അങ്ങനെ ഓരോ കൊല്ലം കഴിയുന്നവർ എന്താണ് ആ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കില്ല. അതായത് മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണ്, അതൊന്നും പരിഗണിക്കില്ല. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് പോവാണ്. പിന്നെ റേറ്റബിൾ വാല്യൂ എന്ന് പറയും. റേറ്റബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം കോസ്റ്റ് മൈനസ് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അതാണ് നമ്മളുടെ റേറ്റബിൾ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഓരോ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, ടോട്ടൽ കോസ്റ്റ് വരുന്നത് അതിനകത്ത് നിന്ന് റിപ്പയറിനും മെയിൻ്റനൻസിന് വേണ്ടിയുള്ള പൈസ മാറ്റി വെക്കണം. അപ്പൊ അതാണ് റേറ്റബിൾ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഒബ്സലൻസ് എന്ന് പറയും. ഈ ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിൽഡിങ്സുകൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഒബ്സലൻസ് വരാം. ഒരു കാർ ഒബ്സലന്റ് ആവാം. അപ്പം ആ കാറിന്റെ മികച്ച പെർഫോമൻസ് ഉള്ള ഒരു കാറ് ഏകദേശം സെയിം വിലക്ക് തന്നെ ആ കാർ ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പഴയ കാർ ഒബ്സലന്റ് ആവും. അതായത് ഡിസൈനിന്റെ പ്രത്യേകതകൾ അത് കാരണം ഒരു സ്ട്രക്ചറിൽ ഒബ്സലന്റ് ആവും. ഒബ്സലന്റ് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ വില കുറയും, ബിൽഡിങ്ങിന്റെ വാല്യൂ കുറയും. വില എന്ന് പറഞ്ഞാൽ വാല്യൂ കുറയും. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ്, ഇപ്പം ഒരേ പോലത്തെ രണ്ട് ബിൽഡിങ്, ഒന്ന് പഴയ ഡിസൈനിലെ ഒരു ബിൽഡിങ് പണിഞ്ഞു വെച്ചു, തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ ഡിസൈനിങ്ങിൽ ഒരു ബിൽഡിംഗ് വരികയാണെങ്കിൽ എന്താവും, ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ ഡിസൈനിൽ ചെയ്ത ബിൽഡിങ്ങിന്റെ വാല്യൂ കുറയും. അതിനാണ് ഈ ഒബ്സലൻസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മളുടെ ആളുകളുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ കൂടെ മൂവ് ചെയ്യാനാണ്. അപ്പൊ അതിനനുസരിച്ച് പഴയ ട്രെൻഡുകളൊക്കെ ഔട്ടാവും. അതിനാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആനുവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കൊല്ലവും നമ്മൾ ഇത്ര എമൗണ്ട് കിട്ടുന്നു എന്ന് നിലയ്ക്ക്. അപ്പൊ പല ടൈപ്പ് ആനുവിറ്റികളുണ്ട്. ആനുവിറ്റി സർട്ടൻ, ഡിഫർ ആനുവിറ്റി, ഡ്യൂ, പെർപെച്വൽ ആനുവിറ്റി. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ആനുവിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ സ്ക്രാപ്പ് വാല്യൂ, സിങ്കിങ് ഫണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം, എന്നാലും നമുക്ക് ആനുവിറ്റി മനസ്സിലാവും. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ
നമ്മുടെ ഫസ്റ്റ് പേജിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എബിൻ ജോസ് എബിൻ ജോസ് എബിൻ ജോസ് ഉണ്ടോ കോളില്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. അഭിനവ് മഹേഷ്, അഭിനവ്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. യെസ് സർ, കേൾക്കുന്നുണ്ട്. അപ്പം എത്രയാണ് കാര്യം? നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ബേസിക്കലി നമ്മൾ ഈ മൊഡ്യൂളിൽ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ കുറച്ച് തിയറി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ചെയ്യും. നിലവിലുള്ള പല പ്രോപ്പർട്ടിയുള്ള വാല്യൂ, സിങ്കിങ് ഫണ്ട്. അപ്പൊ സിങ്കിങ് ഫണ്ട് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയും. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, നമ്മുടെ മൂലധനമാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്. അത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മീൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സെയിം സംബോധനയാണ് ഇത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കൊരു ക്യാപിറ്റൽ കോസ്റ്റ്, പി എന്ന് പറഞ്ഞ ക്യാപിറ്റൽ കോസ്റ്റ്. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ ഒരു പ്രൊജക്ടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 ലക്ഷം രൂപ നമ്മൾ വേറൊരു ബാങ്കിൽ ഇടുകയാണെങ്കിൽ ആ ബാങ്ക് നമുക്ക് ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 5% ആണ്. എത്ര വർഷത്തേക്ക് അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര കിട്ടുന്നു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ കോസ്റ്റ് ചെയ്യുന്നത്. പിന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് സാധനം ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഞാൻ വ്യക്തമായിട്ട് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഐഡിയ കിട്ടുക. അതാണ് കുറച്ച് നേരത്തെ തോന്നില്ല. അപ്പൊ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പം നേരത്തെ പറഞ്ഞ സെയിം അവസ്ഥ തന്നെ. ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നൊരു വാല്യൂ വരും. ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ചോദിച്ചാൽ, നമുക്കിപ്പോ മൊത്തത്തിൽ ഒരു നെറ്റ് ഇൻകം ഉണ്ട്. ആ നെറ്റ് ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ് ആണ്. അപ്പൊ ഇയേഴ്സ് പർച്ചേസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു രൂപ നമുക്ക് ഒരു കൊല്ലം നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതെന്താണ് പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 1 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആഫ്റ്റർ 1 year കിട്ടുക? 5,000 rupees ആണ് നമുക്ക് കിട്ടുക. അതേപോലെ ആ 5,000 പകരം 1 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യുക, ആ 100 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ആണെങ്കിൽ നമുക്ക് 1 രൂപ ഒരു കൊല്ലം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര റുപ്പീസ് ഇടണമെന്നോ 100 ഡിവൈഡ് ബൈ 5, 20 രൂപ. അതായത് 20 രൂപ നമ്മളൊരു കൊല്ലം 5% ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 1 രൂപ കിട്ടും നമ്മളുടെ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പൊ അതാണ് ഈ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇയേഴ്സ് പർച്ചേസ് നമ്മളുടെ നെറ്റ് ഇൻകം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായതിനെ കുറിച്ച് തന്നെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നുള്ള സിങ്കിങ് ഫണ്ടാണ്. ഈ സിങ്കിങ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആ ബിൽഡിംഗിന് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂട്ടിലിറ്റി പീരീഡ് ഉണ്ടാവും. ഈ യൂട്ടിലിറ്റി പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് പിന്നീട് നമുക്ക് അതിനകത്ത് നിന്ന് ഇൻകം കിട്ടാൻ വഴിയില്ല. കാര്യം എന്താണ്, ഒന്നില്ലെങ്കിൽ അത് പൊളിച്ചു കളയണം, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് നടത്തണം, അങ്ങനത്തെ കാര്യങ്ങൾ വേണം. അപ്പൊ അതായത് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത ഒരു 30 years ആണ് ബിൽഡിങ്ങിന്റെ ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ, ആ 30 years കഴിയുമ്പം ആ ബിൽഡിങ്ങിന്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. എന്നാലും നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള വരുമാനം നമുക്ക് ഉറപ്പിടാൻ കഴിയുള്ളൂ. അപ്പോൾ 30 years കഴിഞ്ഞ് ആ ബിൽഡിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ആണ് ഓരോ വർഷവും നമ്മൾ എത്ര ഫണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്നതാണ് ആനുവൽ സിങ്കിങ് ഫണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? അതായത് 30 years കഴിഞ്ഞ ഒരു ബിൽഡിങ് നമുക്ക് ഡിമോളിഷ് ചെയ്ത് കളയണം, പക്ഷെ അതിന് പകരം വേറൊരു അതേപോലത്തെ ബിൽഡിങ് പണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യണം, 30 കൊല്ലത്തേക്ക് നമ്മൾ ഇന്ന എമൗണ്ട് നമ്മൾ ശേഖരിച്ച് വെക്കണം. എന്നാലേ 30 years കഴിയുമ്പോൾ നമുക്ക് ആ
സേവ് ചെയ്ത എമൗണ്ട് കൊണ്ട് നമുക്ക് ഈ ബിൽഡിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം. ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലം എത്ര രൂപ വെച്ച് സേവ് ചെയ്യണം എന്നുള്ളത്. ഇത് മനസ്സിലായോ ആനുവൽ സിങ്കിങ് ഫണ്ട് എന്താന്നുള്ളത്? ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിച്ചോ. സാർ ഒന്നുകൂടി പറയുക. അതായത് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാണ്, ആ ബിൽഡിങ്ങിന്റെ ലൈഫ് സ്പാൻ 30 ഇയേഴ്സ് എന്ന് വിചാരിക്കാം. അപ്പൊ 30 ഇയേഴ്സിൽ ഈ ബിൽഡിങ് നമുക്ക് വരുമാനം തരുന്നുണ്ട്. അത് റെന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും, അതിന്റെ അവിടുത്തെ വാടകയൊക്കെ ആയിട്ട്. പക്ഷെ 30 ഇയേഴ്സ് കഴിയുമ്പോൾ എന്താവും? ആ വാടക നിൽക്കും. കാര്യം ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ പിന്നെ ബിൽഡിംഗ് യൂസ് ചെയ്യാൻ പറ്റാന്ന് വിചാരിക്കാം. അപ്പൊ 30 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിൽഡിംഗ്, പഴയ ബിൽഡിങ്ങിനെ പൊളിച്ചു മാറ്റിയിട്ട് പുതിയൊരു ബിൽഡിംഗ് പണിയണം. പക്ഷെ അന്നേരം നമുക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരിക? ആ ഫണ്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി സേവ് ചെയ്ത് വെക്കണം. അത് 30 കൊല്ലം നമുക്ക് ടൈം ഉണ്ട്. ഈ ബിൽഡിങ്ങിനകത്ത് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഭാഗം നമ്മൾ ഈ 30 ഇയേഴ്സ് കഴിഞ്ഞ് ഈ ബിൽഡിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ ഓരോ കൊല്ലം നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് സിങ്കിങ് ഫണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സിങ്കിങ് ഫണ്ടിനെ കുറിച്ചുള്ള ഇതങ്ങനെ നിങ്ങൾ എഴുതി കാണിക്കാൻ മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതനുസരിച്ച് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി എന്തൊക്കെയാണ് വാല്യൂസ് എന്നുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പിന്നെ a pumping set with motor has been installed in a building at a cost of 2,500. Assuming the life of the pump is 15 years, work out the amount of annual installment of sinking fund required to be deposited to accumulate the whole amount of 4% compound interest. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പമ്പിങ് സെറ്റ് ഉണ്ട്, ഒരു മോട്ടർ ഉള്ള ഒരു പമ്പിങ് സെറ്റ് നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നമ്മുടെ കോസ്റ്റ് 2,500 രൂപയാണ്. അപ്പൊ പക്ഷെ ഈ പമ്പിന്റെ കാലാവധി 15 ഇയേഴ്സ് ആണ്. 15 ഇയേഴ്സ് കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ഈ പമ്പ് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ കൊല്ലവും എത്ര രൂപ വെച്ച് മാറ്റി വെക്കണം ഈ 15 ഇയേഴ്സ് കഴിഞ്ഞ് ഈ പമ്പിനെ, ഈ പഴയ പമ്പ് മാറ്റി പുതിയ പമ്പ് വാങ്ങണമെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പം 2,500 രൂപയാണ്, നമ്മളിപ്പോ ഒരു ഓരോ കൊല്ലം ഒരു 200 രൂപ വെച്ച് സേവ് ചെയ്ത് വിചാരിക്കാം. അതിനൊരു 4% ഇൻട്രസ്റ്റും കിട്ടി. അങ്ങനെ എത്തുമ്പോൾ ആ സമയത്ത് ഇതിന്റെ റേറ്റിനെ ഈ പമ്പിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയണം. അതാണ് ക്വസ്റ്റ്യൻ. അതാണ് ആനുവൽ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഫോർമുല യൂസ് ചെയ്യാം. അപ്പൊ ആനുവൽ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഐ. ഐ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് നമ്മൾ ഈ ഓരോ കൊല്ലം സേവ് ചെയ്യുന്നതിന് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലായോ? ആ ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡ് ബൈ 1 + i raised to n - 1. ഇത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫോർമുലയാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എക്കണോമിക്സ് ഒക്കെ ഉണ്ടോ പഠിക്കാൻ? കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ബിസിനസ് എക്കണോമിക്സ് ഉണ്ടായിരുന്നോ സാർ? അതിനകത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. അതായത് നമുക്കൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് നമ്മുടെ പ്രിൻസിപ്പൾ, അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് മൾട്ടിപ്ലൈ ബൈ 1 + r raised to n. അതായത് ഐ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഈ ആനുവൽ സിങ്കിങ് അപ്പൊ ഇതൊരു അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. കറക്റ്റ് ഫോർമുലയല്ല, പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആനുവൽ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര രൂപയാണ് വേണ്ടത്? 2,500 ആണ് ആ സമയത്ത് വേണ്ടത്. പക്ഷെ ഇത് നിങ്ങൾ ചിന്തിക്കണം, ഇതിനകത്ത് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട. ഇൻഫ്ലേഷനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത് നമ്മളുടെ എന്താ വിലക്കയറ്റം എന്ന് പറയുന്നത്, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 2,500 രൂപയുടെ സാധനം ഇപ്പൊ വാങ്ങി, ഈ പമ്പിന് 15 കൊല്ലം കഴിയുമ്പോൾ 2,500 രൂപ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ ഇപ്പൊ പമ്പിന് 2,500 രൂപയാണെങ്കിൽ ആഫ്റ്റർ 15 ഇയേഴ്സും കഴിഞ്ഞാലും പമ്പിന് 2,500 രൂപ തന്നെ ഉണ്ടാവുള്ളൂ എന്ന അസംഷനിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 2,500 മൾട്ടിപ്ലൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണ്. അപ്പൊ അതിനെ 0.04 എന്ന് എഴുതാം.
4/100 എന്നാണ് എഴുതുന്നത് 4%. 2500 multiplied by 0.04 divided by 1 plus I. അപ്പോൾ 1 plus 0.04 raised to 50 എന്ന് പറഞ്ഞാൽ 15 കൊല്ലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഫണ്ട് ശേഖരിച്ച് വെക്കുന്നത്. ഇത് മൈനസ് നമുക്ക് ആൻസർ കിട്ടുന്നത് 125 എന്നാണ് ആൻസറാണ് കിട്ടുന്നത്. ഇത്രയുള്ളത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് 5-6 മാർക്കിന് വരാം. ഒറ്റ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് മാർക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി. എന്താണ് ആനുവൽ സിങ്കിങ് ഫണ്ട് എന്നുള്ള കൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാച്ചാൽ മതി. നമ്മൾ ഓരോ കൊല്ലം എത്ര രൂപ മാറ്റി വെക്കണം. അതായത് 15 കൊല്ലത്തേക്ക് 15 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഈ മോട്ടർ മാറ്റി വെക്കണമെങ്കിൽ ഓരോ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യണം, 125 രൂപ വെച്ച് നമ്മൾ 4% ഇൻട്രസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ സേവ് ചെയ്യണം. അപ്പൊ അതാണ് ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ ആരുണിമ? അത് 15 ഇയേഴ്സ് ഓരോ കൊല്ലവും 125 വെച്ച് നമ്മൾ സേവ് ചെയ്യണം. 4% ആയിരിക്കണം ഇൻട്രസ്റ്റ് റേറ്റ്. എന്നാലേ നമുക്ക് 2500 രൂപ ആ സമയത്ത് 15 കൊല്ലം കഴിഞ്ഞ് നമുക്കൊരു പുതിയ മോട്ടോർ വാങ്ങാൻ വേണ്ടിയിട്ട് 2500 രൂപ ആവുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഫണ്ടിന് ഷോർട്ടേജ് വരും. അതിന് ഫണ്ടിന് ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മിക്ക പ്രോബ്ലങ്ങളും ഇതേ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ മൊഡ്യൂളിലെ അധികം സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്. അത് വെച്ചൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ക്രാപ്പ് വാല്യൂവിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ക്രാപ്പ് വാല്യൂവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തോ. An old building has been purchased by a person at a cost of 30,000. ഇതൊരു 4 സ്റ്റെപ്പ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിക്കാത്തത്. എഴുതി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഞാൻ എഴുതി കാണിക്കണോ? നിങ്ങളുടെ സജഷൻ എന്താ? ആരെങ്കിലും സജഷൻ പറയാം. ഞാൻ എഴുതി കാണിക്കണോ അതോ ഇങ്ങനെ ജസ്റ്റ് വായിച്ചു പോയാൽ മതിയോ? എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതിയോ? ഇങ്ങനെ മതി സാർ. ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഓക്കെ. അപ്പം an old building has been purchased by a person at a cost of 30,000 excluding the cost of land. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലാൻഡിന്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എക്സ്ക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ്. Calculate the amount of sinking fund at 4% interest assuming the future life of the building is 20 years. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. സ്ക്രാപ്പ് വാല്യൂ എന്നൊരു സാധനം കൂടി വരുന്നുണ്ട്. ഈ സ്ക്രാപ്പ് വാല്യൂ വരുമ്പോൾ നമ്മുടെ പ്രത്യേകത എന്താ? അത് 10% ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അതായത് 20 ഇയേഴ്സ് കഴിഞ്ഞ് നമുക്കൊരു സ്ക്രാപ്പ് വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബിൽഡിംഗ് നമ്മൾ പൊളിച്ച് വിൽക്കുമ്പോൾ നമ്മൾ എത്രയാണ് മുടക്കിയത് അതിന്റെ 10% അടുത്ത് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും. അതാണ് പറയുന്നത്. പക്ഷെ നമ്മളെ നേരത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആ മോട്ടർ മാറ്റി വെക്കുമ്പോൾ സമയത്ത് സ്ക്രാപ്പ് വാല്യൂനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് നമ്മൾ മോട്ടർ മാറ്റി വെക്കുന്നു, അതിന് നമ്മൾ ഒഴിവാക്കുന്നു, അതിന് വരെ നമ്മൾ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യണം, നമുക്കൊരു 10% സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അത് നമുക്കൊരു ലാഭമാണ് ആ സമയത്ത്. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. നോക്കിക്കോ, സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് എത്രയാണ്? 30,000 ആയിരുന്നു നമ്മളുടെ 30,000 ആയിരുന്നു നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. 30,000 ലാൻഡിന്റെ കോസ്റ്റ് കൂട്ടിയിട്ടില്ല. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ. നമ്മളൊക്കെ എന്ത് കിട്ടും? ഈ 20 ഇയേഴ്സ് കഴിഞ്ഞ് നമുക്ക് അതിന്റെ 10% നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും. അതായത് 20 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് 3,000 റുപ്പീസ് ആ ബിൽഡിങ്ങിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന രീതി കിട്ടും. അതാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് 30,000 into 10%, 3,000 റുപ്പീസ് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ശരിക്കും നമ്മളുടെ എത്ര രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ട്? ആക്ച്വൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എത്രയാണ്? ആക്ച്വൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 30,000 മൈനസ് 3,000. അതിനാൽ 30,000 ആണ് നമ്മൾ ഇനീഷ്യലി കൊടുത്തത്. പക്ഷേ 20 ഇയേഴ്സ് കഴിഞ്ഞ് നമ്മളത് വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 27,000 കിട്ടി. അതായത് നിങ്ങളൊരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി. ഓൺലൈൻ ഫോൺ എക്സ്ചേഞ്ച്, നമ്മളൊരു 10,000 മുടക്കിയൊരു ഫോൺ വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 2,000 കിട്ടി. ശരിക്കും നമ്മളെ ഫോണിന് മുടക്കി എത്രയാണ്? 8,000 ഉള്ളൂ. അപ്പം അത് തന്നെ നമ്മൾ ഈ ബിൽഡിംഗ് നമ്മൾ 30,000 ഇനീഷ്യലി മുടക്കി, പക്ഷെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 3,000 തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ 20 കൊല്ലം കഴിഞ്ഞു. അപ്പൊ നമ്മൾ മൊത്തത്തിൽ മുടക്കുന്നത് 27,000 നമ്മൾ മുടക്കിയിട്ടുള്ളൂ. ഇതാണ് നമ്മളുടെ എന്താ പറയുക, പ്രിൻസിപ്പൽ എമൗണ്ട് വരിക. എസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ആനുവൽ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാം.
ആനുവൽ സിങ്കിങ് ഫണ്ട് സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്ത് എസ് ഇൻറ്റു ഐ ബൈ 1+i⁻n−1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ആനുവൽ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് 27,000 മൾട്ടിപ്ലൈഡ് ബൈ 4% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ ബാങ്കിൽ ഇടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മൾ ഓരോ കൊല്ലം ഇടേണ്ട ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 4% ഡിവൈഡ് ബൈ 1+0.04 20 കൊല്ലത്തേക്ക്, 20 കൊല്ലമാണ് ബിൽഡിങ്ങിന്റെ ആയുസ്, -1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആനുവൽ സിങ്കിങ് ഫണ്ടിന്റെ. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ 907 റുപ്പീസ് നമുക്ക്. അതായത് നമ്മളിപ്പം 907 റുപ്പീസ് നമ്മൾ ഓരോ കൊല്ലവും നമ്മൾ 4% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ബാങ്കിൽ ഇട്ടാൽ 20 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 27,000 റുപ്പീസ് കിട്ടും. ആ 27,000 റുപ്പീസും നമ്മളെ പഴയ ബിൽഡിംഗ് സ്ക്രാപ്പിൽ പൊളിച്ചു വിൽക്കുമ്പോൾ ഉള്ള 3,000 കൂടി ചേർത്ത് നമുക്ക് 30,000 ആവും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ പൈസ ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു ബിൽഡിംഗ് പണിയാം എന്നാണ് ഈ പ്രോബ്ലത്തിന്റെ അർത്ഥം. ഈ പ്രോബ്ലം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഈ പ്രോബ്ലത്തിൽ? നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കേ. ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എബിൻ ജോസ് ഡൗട്ട് ഉണ്ടോ? എബിൻ ജോസ് ഉണ്ടോ കോളില്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും? ഗൂഗിൾ രാജ് മനസ്സിലായോ പ്രോബ്ലം? എന്താണ് സ്ക്രാപ്പ് വാല്യൂ എന്നും സ്ക്രാപ്പ് വാല്യൂ എങ്ങനെയാണ് നമ്മുടെ സിങ്കിങ് ഫണ്ടിനെ ബാധിക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും? ശിവപ്രിയ മനസ്സിലായോ? നീതുല് പറ, മനസ്സിലായോ എങ്ങനെയാന്ന്? നീതുൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ടോ. വലിയ ട്വിസ്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഈ ഫോർമുലാസും കാര്യങ്ങളും കൺസെപ്റ്റ്സ് ഒക്കെ നല്ലോണം പഠിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാനുള്ളത്. അപ്പൊ ഈ മൊഡ്യൂൾ നമുക്കൊരു 3-4 ക്ലാസ് കൊണ്ടൊക്കെ തീർക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഓൾ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ ഞാൻ ആ പോസ്റ്റ് ചെയ്ത മെറ്റീരിയലിന്റെ കാര്യം മറക്കണ്ട. നമ്മളുടെ ക്ലാസ് ഗ്രൂപ്പിൽ 3rd മൊഡ്യൂളിന്റെ ക്ലാസ് നോട്ട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നോക്കുക, റെഫർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, റിപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും എറർ കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ലാസ്റ്റ് ഈ നിങ്ങളുടെ സെക്കൻഡ് സീരീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി പോർഷൻസ് നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിപ്പിക്കും. അതും കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ആ ക്ലാസ് നോട്ട്സിനകത്ത്. അപ്പൊ അത് കംപ്ലീറ്റ് അല്ലാന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്നും കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യും 3rd മൊഡ്യൂളിൽ നോട്ട്സ്. അപ്പൊ നിലവിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. അപ്പം ഇത് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.